അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടലും പിരിയലും അല്ലാഹു ഖബൂലാക്കട്ടെ. നല്ലൊരു സദസ്സ്. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുലാബ്ദീൻ തങ്ങളും ഖാദർ ഹാജിയും ഈ സദസ്സിന്റെ മർമ്മമൊത്ത് സംസാരിച്ചു. കാരണം നമ്മുടെ പതിവാണ്, ഒരു മംഗലത്തിന് ഒരു പുതിയാപ്പിള വളരെ കഷ്ടപ്പെട്ട് ഒരു മംഗലം നടത്തും. പുരയിലൊക്കെ പോയിട്ട് വിളിച്ചിട്ട് കാടും നാടും എല്ലാം താണ്ടിയിട്ട് നടന്നിട്ട് വിളിച്ചിട്ട് കല്യാണത്തിന് നിക്കാഹിന് അവരുണ്ടാവില്ല. ഭക്ഷണം കഴിച്ചിട്ട് കയ്യിൽ കറിയും ചോറും എല്ലാം ഉണ്ടാവും. അതിനെ കഴുകാനുള്ള വെള്ളം ഇടാൻ ചോദിക്കും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ പോലും കഴുകില്ല. എന്നിട്ട് തിരക്കിട്ടിട്ട് ഒരു ഓട്ടം, ഒരു 5 മിനിറ്റ് ഒരു പുതിയാപ്പിളനെ കോർത്തു പിടിച്ചിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടും പറയാനുള്ള കൾച്ചർ പോലും ഇല്ലാത്തൊരു സമൂഹമായി നാം അധപ്പതിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എനിക്ക് മതി നിങ്ങൾ. കാരണം അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥിതി, കാരണം ഇത്ര വലിയ ഒരു പദ്ധതി ഇപ്പോ ഇതിന്റെ ഇവിടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയില് ചെറിയ ചെറിയ വിവാഹങ്ങളൊക്കെ നടന്നിരുന്നു. അതിന്റെ സ്റ്റാർട്ടിങ് നമ്മളെ ഖാദർ ഹാജി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ, അയാളൊരു സ്ഥലം വാങ്ങിയിട്ട് അതിന്റെ ദ്വാരക്കാനെ 4 മുത്താലിമേലെ കൂട്ടിയിട്ട് ഞാൻ പോയപ്പോൾ അയാൾ ആ സ്ഥലത്ത് കസേര ഇട്ടിട്ട് പറഞ്ഞത്, ധരിമി എനിക്കൊരു 4 പെൺകുട്ടികളെ ഈ സ്ഥലത്ത് വെച്ചിട്ട് വിവാഹം കഴിച്ചു കൊടുക്കണം. വലിയ കല്യാണം, വലിയ സഭാംഗണം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് സ്ഥലം വാങ്ങിയത്. എന്നിട്ട് 4 പെൺകുട്ടികളെ ഒരു യതീമിനെ കെട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാഹ് സയ്യിദ് ഖാദർ ഹാജിന്റെ ഒക്കെ ജോയിന്റ് ആയപ്പോ അൽഹംദുലില്ലാഹ് 30 പെൺകുട്ടികളെ, അതും അൽഹംദുലില്ലാഹ് വളരെ സംതൃപ്തമായ ഒരു പൈസ ഒരു മനുഷ്യനോട് ഡൊണേഷൻ വാങ്ങാതെ 30 പെൺകുട്ടികളെ ഈ സമൂഹത്തിന് ഇറക്കിയ കർണാടകയിലെ ഒരു കീർത്തിയുള്ള ഒരു വ്യക്തി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു അവർക്ക് തളർച്ച കൊടുക്കുന്നത് ദീനിനും സമുദായത്തിനുമുള്ള തളർച്ചയാണ്. അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് മദർ ഇന്ത്യ സുന്നി യുവജന സംഘത്തിന്റെ കെയറോഫിലായിട്ട് കഴിഞ്ഞ മാസം 26 ജോഡി വിവാഹം. മാത്രല്ല ഞാൻ അത്ഭുതപ്പെടുന്നു, 40 പേരെ 35 പേരെയുള്ള ഒരു നാട്, 500 പേരെയുള്ള ഒരു നാട്ടുകാരം ഇന്നലെ പള്ളി പരിസരത്ത് കടലാസും പിടിച്ച് കാക്കുകയാണ്. 500 വീടുണ്ട്, അതും പാവങ്ങളൊന്നുമല്ല, വലിയ വലിയ മൾട്ടി മില്യണേഴ്സുകൾ, പണക്കാർ, സമ്പന്നർ, കോടീശ്വരർ. എന്തിനേറെ ഞാൻ എന്റെ ധർലക്കട്ടയില് ഓരോ വീടുകള് റസൂലുള്ളാഹിന്റെ ജന്മദിനം അവരാചരിക്കുന്നില്ല, പകരം അവരുടെ മക്കളുടെ ബർത്ത്ഡേക്ക് രാത്രി സമയത്ത് പെൺകുത്തിയിട്ട് പാട്ട് പാടിയിട്ട് ആളുകളും തുള്ളിയിട്ട് രാത്രിയുടെ പരിസരത്തുള്ള പാവപ്പെട്ടവനിക്ക് ഉറക്കമില്ല എന്നല്ലാണ്ട് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ ഗതിയില്ലാത്ത സമ്പന്നം. ഇവരെ കൊണ്ടാണ് സമൂഹം എന്ത് പ്രതീക്ഷിക്കാം? അൽഹംദുലില്ലാഹ് ഞാൻ അബ്ദുൽ മജീദ് കൊള്ളിപ്പേട്ടയെ, അതുപോലെ തന്നെ ഈ വേദിയിൽ വലിയ വലിയ അബ്ബാസാജി കട്ടക്കാർ അടക്കമുള്ള, മുസ്തഫ അടക്കമുള്ള, സംസുദ്ദീൻ അടക്കമുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വലിയ വലിയ ആളുകളുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു ത്രാണിയും ശക്തിയും കഴിവും തന്നിട്ടുണ്ട്. ഈ കഴിവ് ഇപ്പൊ ഇന്ന് ഇവിടെ 3 പെൺകുട്ടികളെ, ഒരു 35 വീടുള്ള ഒരു നാട്ടിൽ 3 പെൺകുട്ടികളെ, അതും ഞാൻ ഓർക്കുന്നത് ദിക്ർ സലാത്തിന്റെ മജ്ലിസിന്റെ കാരണം കൊണ്ട്. ദിക്ർ സലാത്ത് മജ്ലിസ് ഇന്ന് കർണാടകയിൽ എവിടെയാണ് നടക്കാത്തത്? ലക്ഷങ്ങൾ തടിച്ചു കൊടുന്നു. 12:30 മണി 3 മണി രാത്രി തൊട്ടയിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് അതും പെറുക്കിട്ട് പോന്നു. പാവം തിന്നാൻ പറ്റുന്ന സമയത്ത് ഒരു ചോറ് പോലും കൊടുക്കാൻ ഗതിയില്ലാത്ത ദിക്റുകളും സലാത്തുകളും നടത്തിയത് കൊണ്ടല്ല കാര്യം കൂട്ടറെ. അതിന്റെ പേരിൽ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ 25 പൈസയും എവിടെന്നെങ്കിലോ വലിയ ആളെ കയ്യും കാലും മുത്തിച്ചിട്ട് ലക്ഷങ്ങൾ വാരിക്കൊടുത്തത് കൊണ്ട് ഇപ്പൊ മൊയ്ലാമാർക്ക് വയൽ പറയാൻ എത്ര പൈസ? ഞാൻ ഈ ഏകദേശം 2800 രാത്രിക്കത്തെ വയൽ മാത്രം പറഞ്ഞിനി. പലപ്പോഴും ഞാനിപ്പോ ഒരു ലോറിയിൽ കയറിയിട്ടും ബസ്സിൽ കയറിച്ചോട്ട് എത്തി. എനിക്കിപ്പോ പോകേണ്ടത് ഞാനിപ്പോ രണ്ടും പറഞ്ഞ് പോകുമ്പോൾ ഞാൻ മംഗലാപുരം വരെ വരാം. പക്ഷേ ഇന്ന് മൊയ്ലാമാരുടെ 2 ലക്ഷം കിട്ടിയാലേ വരും. ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇട്ട് കൊടുത്താലേ അരമണിക്കൂർ വേള പറയാൻ വരും. ഇത് സമൂഹം, ഇത് സമുദായം. ഇവരെ തിരുത്തേണ്ട ബാധ്യത സിംഫാനി മിൻ ഉമ്മ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിംഫാനി മിൻ ഉമ്മ, എന്റെ സമൂഹത്തിലെ 2 വിഭാഗം, ഇതാ സലുഹ, അവരും കൂടി നന്നായാൽ സലുഹൻ നാസു കുല്ലുഹും, സമുദായം മൊത്തം നന്നായി. അവർ 2 നന്നാവണം. ഇതാ സലുഹ എന്ന് റസൂലുള്ളാഹി പറഞ്ഞേ, നന്നാവൽ വളരെ കുറവ് നൃത്തത്തിലേക്ക്.
ഫസദ, അവരും കൂടി ഫസാദായി കഴിഞ്ഞാൽ ഫസദൻ നാസു കുല്ലുഹും, ഈ സമുദായം മൊത്തം ദുഷിച്ചു പോയി, നാശമായി പോയി. അയൽ ഉലമാഹു വൽ ഉമറാ, ഈ സമൂഹത്തിന്റെ പണ്ഡിതന്മാർ, ഈ സമൂഹത്തിന്റെ ഉലമാ. ഞാൻ ഇത് പറയുമ്പോൾ ഓർത്തു പോവുകയാണ്. ഒരു ഉസ്താദ് സമ്പന്നൻ നേമത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പ് വൈസിൽ പറയുന്നു, സംസാരിച്ചു പോകരുത്, അത് ചിന്ത വേണ്ട, വിട്. പക്ഷേ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് ഈ സമൂഹത്തിന്റെ ഓരോ മുതലാളിമാരെ കണ്ടു, പാവപ്പെട്ടവനെ വിളിച്ചില്ല. എന്നിട്ട് കണക്കൂട്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പേര് ചോദിക്കാൻ നിൽക്കണ്ട, 70 കിൻഡൽ ഇറച്ചിയ ബേയിച്ചു. എന്ത് ഇത് സമൂഹത്തിന്റെ, ഇത് പറഞ്ഞല്ലോ, ഇതായിരിക്കും വലിയൊരു രോഗമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ പുത്തൂരിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുകയാണ്. പാവപ്പെട്ട പെണ്ണിനെ 2500 കിലോമീറ്റർ വിദൂരമുള്ള ഗുജറാത്തിലേക്ക്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പെണ്ണിന്റെ ഉമ്മ ഗുജറാത്ത് കണ്ടിട്ടില്ല, ആ പെണ്ണിന്റെ ബാപ്പ കണ്ടിട്ടില്ല. ആരോ ബ്രോക്കർമാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാസിയും പൊന്നും വേണ്ട, ഗുജറാത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുന്നു കരുതിയിട്ട് ഗുജറാത്തിലേക്ക് 2500 കിലോമീറ്റർ. ആ കിടാവ് ബാപ്പയില്ലാതെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഉമ്മയില്ലാതെ ഉറങ്ങിയിട്ടില്ല. ആ ഉമ്മയുടെയും ബാപ്പയുടെയും മകളെ ഒരു പുതിയാപ്പിളനെ കിട്ടാത്ത കാരണം കൊണ്ട് മാത്രം ഗുജറാത്തിലേക്ക് 2500 കിലോമീറ്റർ വിശാലതയുള്ള ആ മരുഭൂമിയിലേക്ക്, പോർബന്തറിന്റെ ലാസ്റ്റ് ഏരിയയിലേക്ക് കെട്ടിച്ചു കൊടുക്കുന്ന അവസ്ഥ. ഹസനയുടെ പുതിയാപ്പിളയുണ്ട്, ശിവമൊഗ്ഗയുടെ പുതിയാപ്പിളയുണ്ട്. നിങ്ങൾക്കറിയാം, ഹസനയിലേക്കും ശിവമൊഗ്ഗയിലേക്കും ഇവിടുത്തെ പുതിയാപ്പിളമാർ അല്ലാഹു സന്തോഷത്തിലാക്കി തീർക്കട്ടെ. ഹസനയിലേക്ക് ഞാൻ കുറെ കല്യാണത്തിന് സാക്ഷ്യം വഹിച്ചവനാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് പള്ളിയോ അമ്പലമോ ഒന്നും പരിചയമില്ല. ചെരുപ്പിട്ടിട്ട് പള്ളിയിലുള്ളൊക്കെ പെണ്ണുങ്ങളും കയറിയിട്ട് നിക്കാഹിനിരിക്കും. മാലയിട്ടത് പിശാചിക്കിടും പോലെ സ്വന്തം ഇങ്ങനെ മാലയിട്ടിട്ട് എന്തോ ഒന്നവർക്ക് അള്ളാഹുവിനെ കുറിച്ചറിയില്ല, ദീനിനെ കുറിച്ചറിയില്ല, വിവാഹ ബന്ധത്തെ കുറിച്ചറിയില്ല. ഇട്ട പൊന്നിന്റെ ഒരു കഷ്ണം പോലും അവരെ ചെവിയിൽ ബാക്കിയാക്കിയിട്ട് അവർ ഉറങ്ങില്ല. അത് വിറ്റു തീർക്കുന്ന അങ്ങനത്തെ പുതിയാപ്പിളക്ക് നമ്മുടെ പാവപ്പെട്ട മക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ട ഗതികേട് വരുമ്പോൾ ഈ സമൂഹത്തിന്റെ സമ്പന്നരെ ചിന്തിക്കാൻ, ആലോചിക്കാൻ. ഇന്ന് 3 പുതിയാപ്പിളമാർ അഷ്റഫുകൾക്ക് റസൂലുള്ളാഹി ഞാൻ നിർത്തുന്നില്ല. തുഗൽ മർഅതു ലിഅർബഇ ഹിസാൽ വലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തി ദീൻ. ദീനിയായ പെണ്ണിനെ വിവാഹം കഴിക്കുന്ന വഴി നിന്റെ വിജയത്തിന്റെ മാനദണ്ഡം നീ കുറിക്കുമെന്ന് പ്രവാചകർ പറഞ്ഞ ആ വിവാഹമാണ് ഇന്ന് ഈ സദസ്സിൽ നടന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, സാമൂഹിക വിവാഹം നടത്താൻ സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രത്യേകിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്റെ സുഹൃത്ത് ടി.എം. ഷഹീദിനെയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന ലീഡർഷിപ്പ്, നേതൃത്വം അതാ വേണ്ടത്. അവനെയും ഇവനെയും ഇടിച്ചിട്ട് എല്ലാരെയും ചവിട്ടി താത്തിട്ട് അവനും ഇല്ല ഓരും ഇല്ല എന്ന് പറയുന്നത് ലീഡർഷിപ്പ് അല്ല. ആഗബ ഈഗബ ഹോഗിബ എന്നത് പലരും ചോദിച്ചിട്ട് വരുമ്പോ നാളെ കിട്ടാം, മറ്റന്നാൾ വരാം. എത്ര ആളടുത്തേക്ക് പോയിട്ടുണ്ടാവും പാവം സാധുക്കൾ, ഇവിടുത്തെ ചെറുപ്പക്കാർ. ഈ ഒരു ബറ്റാലിയൻ, ഈ ടീമിനെ ഒന്നിച്ചു കൊണ്ടാവാനുള്ള കപ്പാസിറ്റി, നേതൃത്വത്തിന്റെ ഗുണം ടി.എം. ഷഹീദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. എനിക്കൊന്നും പൊളിറ്റിക്കൽ തന്ത്രത്തിലോ രാഷ്ട്രീയ ലാഭം ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. എനിക്ക് കൊള്ളിപ്പേട്ട അബ്ദുൽ മജീദിനെ ഓർക്കാണ്ടിരിക്കാൻ കഴിയില്ല. ഇന്ന് കൊള്ളിപ്പേട്ടയിൽ നാട്ടിൽ നല്ല സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഹീറോ ടീമാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. സുള്ളിയയിലുണ്ട് വലിയ വലിയ ആളുകള്. എല്ലാവരെയും ഇരുത്തിയും കൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും ഇത് ഈ സമൂഹത്തിൽ പ്രായം തികഞ്ഞിട്ട് കെട്ടിക്കാൻ കഴിയാതെ ദരിദ്രതയിൽ കഴിയുന്ന പെണ്ണ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കഴിയുന്ന റബ്ബേ, എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള 13-14 വയസ്സുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ദിവസമുള്ള ആ പേക്കൂത്തിന്റെ ശബ്ദം, ആ ലൗഡ് സ്പീക്കറിന്റെ മൈക്കിന്റെ ശബ്ദം എന്റെ ചെവിയിലേക്ക് അടിക്കുന്നു. അവിടെ വന്നു നിൽക്കുന്ന കാറുകൾ എനിക്ക് കാണുന്നു. അവിടെ വേവിക്കപ്പെടുന്ന ബിരിയാണിയുടെ മണം എന്റെ മൂക്കിന്റെ നേരെ അടിക്കുന്നു. റബ്ബേ, എനിക്കൊരു പുതിയ ആപ്പിളനെ കിട്ടാനുണ്ടോ എന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരയുന്ന 25, 26, 30 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. എന്റെ യുവതലമുറകളെ, അവർക്കൊരു അധ്വാനിയായി മാറുന്നത് അള്ളാഹു നമുക്ക് ചെയ്ത നേമത്ത് എന്ന് കരുതിയും കൊണ്ട് തീർച്ചയായിട്ടും ഈ സാമൂഹിക വിവാഹത്തിന് മദർ ഇന്ത്യ ലബീബ് അൽഹംദുലില്ലാഹ് SYS-യിലൂടെ അദ്ദേഹം ഈ സമൂഹത്തെ പിടിച്ചു നിർത്തി സമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന നിലക്കുള്ള വലിയ ഒരു വിവാഹത്തിന് നേതൃത്വം നൽകി. ഖദറാജി സരള വിവാഹം, കാരണം അയാൾ ഇപ്പൊ 30 അങ്ങനെ കഴിച്ചെങ്കിലും ഒരു 300 വിവാഹത്തിനല്ല, ഒരു 3000 വിവാഹത്തിന് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് സഹായിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ തന്നെ ധൈര്യത്തോടു കൂടെ വിളിച്ചു പറഞ്ഞിട്ട് മാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹു അങ്ങനത്തെ സമ്പന്നർക്ക് നേമത്തിന് വേണ്ടി സമൂഹം ദ്വാരക്കണം. അവർക്ക് വേണ്ടി 5 മിനിറ്റ് ഈ സദസ്സിൽ ഇരിക്കാൻ നമുക്ക് ഒഴിവില്ല. വലിച്ചെറിഞ്ഞിട്ട് ഇത് ഓർഡറെ കാശ് കിട്ടിട്ടിക്കൂ വേന്മായത്ര കൊമ്പന്നോ ഗൾഫുറും കടത്തിട്ടിക്കുവാറ് അതിൽ തെല്ലാവർക്ക് ബാക്കിയാവും ചെന്നിട്ട് ഈ നിലക്കുള്ള പ്രചരണം നടത്തുന്ന സമൂഹം തീർച്ചയായിട്ടും അവരുടെ കണ്ണുനീർ അള്ളാഹുവിന്റെ മഹ്ശറിൽ നമുക്ക് താണും തണലുമായി
വിജയമായി മാറട്ടെ. സർവ്വവിധ ശുഭാശംസകൾ നേർന്നുകൊണ്ട് ഈ യുവാക്കളെ, നിങ്ങൾ സയ്യിദിന് ശക്തി പകരുന്നത്, ഈ നേതൃത്വത്തിന് ശക്തി പകരുന്നത്, പ്രതിഫലത്തിന് പ്രോത്സാഹനം നൽകുക, നന്മയുടെ കൂടെ പ്രോത്സാഹനം നൽകുക. നിങ്ങൾ എന്നും കൂടി ഈ 35 അത്ഭുതല്ലേ, കർണാടകയിലേക്ക് ഇതിൽ മെസ്സേജ് ഇല്ലേ? കർണാടക സ്റ്റേറ്റ് ഈ അറത്തോടിന്റെ ഇമ്മുലയിൽ നിന്നിട്ട് നിങ്ങൾ ചെയ്ത ഈ 3 നല്ല 2 വേറെ കൊടുത്ത് ഇനി 2 കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിർത്തരുത്. അതും സലാത്ത് കമ്മിറ്റിയുടെ ലക്ഷങ്ങൾ സലാത്തിന്റെ പേരിൽ ഇതാക്കിയിട്ട് വെറും ഒരു നെയ്ച്ചോറ് തൊട്ടയിലിട്ട് കൊടുത്തിട്ട് ചീഞ്ഞിട്ടെറിയുന്ന എന്തിത്? സമൂഹത്തിന് വിശന്ന സമയത്ത് ഭക്ഷണം നൽകാൻ ഈ സമൂഹം തയ്യാറില്ല. 3:30 മണി രാത്രി വരെ വയലും പാട്ടും പഠിച്ചിട്ട് ഒരു തൊട്ടയിൽ ചോറിട്ട് കൊടുത്തിട്ട് ലക്ഷങ്ങൾ പിരിച്ചതുകൊണ്ട് ദീൻ നടക്കുമെന്ന് വിചാരിക്കരുത്. ഈ സമൂഹത്തിന്റെ വരെ കണ്ണുനീരൊപ്പാനുള്ള സ്വലാത്തുകൾ, ദിക്റുകൾ, ബഹുമാനപ്പെട്ട സാഹുസ്താദെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ധന്യമായ സന്ദർഭമാണ് ഇത്. നിങ്ങളെ ഇന്ന് ഇവിടെ അവര് സമ്മാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശബ്ദിക്കാതെ, ആർഭാടങ്ങളില്ലാതെ, സ്പീഡിലുള്ള ഓട്ടങ്ങളില്ലാതെ ഒരു സഹി ചെയ്യുന്ന വലിയൊരു പോരാളിയെ പോലെ ഈ നാട്ടിൽ ഒതുങ്ങി നിന്നതിന്റെ കാരണം ഇന്ന് ഈ നാട്ടുകാർ കൊയ്തെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ അവരെ സന്തോഷിപ്പിച്ചതിന്നി. കാരണം എന്തേ? ഈ സന്ദർഭത്തിൽ നിങ്ങൾ അവർ സന്മാനിച്ചതിന്നി. അതാണ് അദ്ദേഹം വിത്തിട്ട വിത്തുകളാണ് ഇതൊക്കെ മുളച്ചു വന്നിരിക്കുന്നത്. അള്ളാഹുവെ, ആ ഉസ്താദന്മാരുടെ പാത പിന്തുടരാം. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ, ദീർഘായുസ് നൽകു തമ്പുരാനെ, ഉസ്താദിന് ആഫിയത്ത് നൽകു തമ്പുരാനെ. അവരുടെ ആ വഴി പിന്തുടർന്ന് ജീവിക്കാനും ഈ കല്യാണത്തിന് ഒരു നയാ പൈസ കൊണ്ട്, ഒരു പൊൻചിരി കൊണ്ട്, ഒരു സ്വർണത്തിന്റെ 1 ഗ്രാം സ്വർണം കൊണ്ട് ആര് സഹായിച്ചിട്ടുണ്ടോ റബ്ബേ, അവർക്കൊരു സ്വർഗം കൊണ്ട് സഹായിക്കും തമ്പുരാനെ. സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಧನ್ಯವಾದಗಳು. ಮುಂದೆ ನಮ್ಮ ಉದ್ದೇಶಿಸಿ ಶುಭಾಶಂಸೆಗಳನ್ನು ನೀಡಲಿಕ್ಕಿದ್ದಾರೆ ನೌಶಾದ್ ತೋಡಾರ್. ದಯಮಾಡಿ ಶುಭಾಶಂಸೆಗಳನ್ನು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರು